Assalamualaikum friends. ഇന്ന് ഞാൻ ചെയ്യുന്നത് ടിഷ്യൂ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വീട്ടിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ ബോക്സ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഇത് മുട്ട പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു പാക്കിംഗ് ആണ് കേട്ടത്. അതാണ് ഞാൻ വെച്ചിട്ടാണ് ഞാൻ ടിഷ്യൂ ബോക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് വെച്ചിട്ട് തന്നെ എന്തിനാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ വീഡിയോൻ്റെ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനാണ് യൂസ് ചെയ്തെന്നുള്ളത് കേട്ടോ. ഇത് ഞാൻ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്തൊരു ടിഷ്യൂ ബോക്സ് ആണ്. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ നിന്ന് ഇങ്ങനെ കയറ്റി വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി മുകളിൽ നിന്ന് ഇതുപോലെ തുറക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിനെ റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടിയിലായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ ബോക്സ് എടുക്കുക, അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എന്താണ് നൂണിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ കിട്ടിയൊരു ബോക്സാണ് കേട്ടോ. അതുപോലത്തെ ഏത് ബോക്സായാലും മതി, ആമസോണിൻ്റെ ബോക്സോ അങ്ങനെ ഏത് നമ്മൾ കാർട്ടൻ്റെ പീസ് ഏതെങ്കിലും വേസ്റ്റായിട്ട് കിടക്കുന്ന ഏത് പീസായാലും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യം നമുക്ക് കറക്റ്റ് അളവിലൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ 2 സൈഡിൽ നിന്നായിട്ട് നമുക്കൊന്ന് കൂടുതലായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അധികം വേണ്ട, അധികമാകുമ്പോൾ ബോക്സിന് വലിപ്പം കൂടും. എന്നാൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുമ്പോൾ ആ ബോക്സ് കടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതം ഇതുപോലെ ഇതാണ് 2 സൈഡിൽ നിന്ന്, ഈ ഒരു നീളം കൂടുതലുള്ള സൈഡിൽ നിന്നും പിന്നെ നീളം കുറഞ്ഞ സൈഡിൽ നിന്നും നമ്മളിതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വീതം വരച്ചിട്ട് കൂടുതലായിട്ട് വരച്ചിട്ട് ആ ഒരു വരച്ച ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരൊറ്റ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബോക്സിൻ്റെ 2 ഭാഗവും ഇത് മോൾ ഭാഗത്തേക്കുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അടി നമ്മൾ ഓപ്പണാണ്, പിന്നെ 2 സൈഡിലേക്കും വേണം, പിന്നെ മറ്റേ ചെറിയ 2 സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു അളവിൽ 2 പീസ് വേണം. ഇത് നമ്മളിതുപോലെ ഇത് കറക്റ്റ് അളവിൽ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. സൈഡിലെ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ വീതി കുറഞ്ഞ ഭാഗത്ത് മാത്രം 1 സെൻറ്റിമീറ്റർ ഒന്ന് കൂട്ടിയാൽ മതി. ബാക്കി എല്ലാ അളവും കറക്റ്റ് ബോക്സിൻ്റെ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. വീതി കുറഞ്ഞ ഭാഗത്ത് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ മുകളിലേക്ക് 1 പീസും മറ്റേ 2 സൈഡിലേക്ക് 2 പീസുകൾ വീതം വേണം. ഇതേപോലെ ഇത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്താൽ മതിയാവും. ഇതിന് വലിപ്പമൊന്നും കൂട്ടൊന്നും വേണ്ട. മറ്റേത് രണ്ടും കുറച്ച് ഒരേ ഭാഗത്ത് മാത്രം 1 സെൻറ്റിമീറ്റർ വീതം ഒന്ന് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ചെറുതായിട്ട് 2 സൈഡിലും ഒന്ന്. അപ്പോൾ നമുക്ക് ഈ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ബോക്സ് കടക്കുന്ന രീതിയിൽ കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മോൾ ഭാഗത്തുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ, എല്ലാ ഭാഗത്തും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ വരും. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ കണ്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോക്സ് നന്നായിട്ട് ഇതുപോലെ കടത്താൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കടത്താൻ ബുദ്ധിമുട്ടാവും, ബോക്സ് കടത്താൻ. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആ മുകളിലേക്ക് അളന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസില്ലേ, അതിൻ്റെ മിഡിലായിട്ട് ഒരടയാളം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ചങ്ങനെ നീക്കിയിട്ട് ഒന്ന് വരച്ചിട്ട് നമുക്ക് ടിഷ്യൂ അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലോത്ത് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ സൈഡിൽ കൂടിയിട്ട് ഈ ടിഷ്യൂ വലിച്ചെടുക്കുന്ന ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ കൂടിയിട്ട് ആ ഒരു ബോക്സിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു പഴയ തുണി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാണുമൊന്നുമില്ല. നമ്മൾ ആ സൈഡിലായിട്ട് ചെറിയൊരു ത്രെഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണുമൊന്നുമില്ല. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മുകളിലത്തെ പീസിൽ മാത്രം സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ ക്ലോത്ത് കൊടുക്കുക. സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്ത് കൊടുത്താലും മതി. ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മുകളിൽ മറ്റേ പീസ് ആ എഗ്ഗ് കവർ ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഈ ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂ പെട്ടെന്ന് തന്നെ ഒട്ടും. നമ്മൾ ഫെവി ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ഉണങ്ങാൻ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ യൂസ് ചെയ്യുക. മറ്റേതാണ് അല്ലെന്ന് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗണ്ണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവി ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മാസ്കിൻ്റെ ഇപ്പോൾ 2 സൈഡിലും വെച്ചൊന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് ഈ നേരത്തെ മറ്റേ പീസ് കട്ട് ചെയ്ത പോലെ തന്നെ ഇത് ഓരോന്നിൻ്റെ അളവിലും ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്തെല്ലാം സാധനങ്ങളുണ്ടാവും പിന്നെ ഇത് വെച്ചിട്ട് യൂസ്. പക്ഷേ ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഒരു പീസ് ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ ആദ്യം കളയാൻ പോയതാണ്. പിന്നെ ഞാൻ വെച്ചത് കളയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തത്തെ അളവ് എടുത്തിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലുള്ള ആ ഭാഗത്ത് ആ പീസില്ലേ, ആ പീസിന് നമുക്ക് ഓപ്പണിങ് ഈ മറ്റേ ടിഷ്യൂ വലിച്ചെടുക്കുന്ന രീതിയിൽ ആ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടില്ല, അതുപോലെ ചെയ്യണമല്ലോ. അപ്പോൾ ആ കറക്റ്റ് അളവിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വരച്ചെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പെന്ന് വെച്ചിട്ട് വരയ്ക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ മിഡിലായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കുമ്പോഴൊക്കെ ഓരോന്നും കിട്ടുമല്ലോ, ഭംഗിയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ചിലവില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണത് ടിഷ്യൂ ബോക്സ്. എന്നാൽ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് വെച്ച് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ജോയിൻറ്റിലായിട്ട് ജൂട്ട് ത്രെഡ് ഇങ്ങനെ പിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കനം കുറഞ്ഞ ത്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഫുൾ ചുറ്റും അളവെടുക്കുക. എന്നിട്ട് അത് ആ അളവിൽ തന്നെ ഇപ്പോൾ കനം കുറഞ്ഞ ത്രെഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 3 ലെയർ വെച്ചിട്ട് പിന്നിടില്ല, മുടിയൊക്കെ പിന്നിടുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിന്നായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ലെയറും 3 പീസ് വീതം എടുത്തിട്ട് അങ്ങനെ ഒരു 9 പീസ് എടുത്തിട്ടാണ് ഞാനിത് പിന്നിട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ മുടിയൊക്കെ മുടഞ്ഞിടില്ലേ, അതേപോലെ ഇങ്ങനെ പിന്നിട്ട് നമ്മൾ ഓരോ ഭാഗത്തും 3 പീസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചിലവും എനിക്ക് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണാണെങ്കിലും എൻ്റെ അടുത്തുള്ളതാണ്, ജൂട്ട് ത്രെഡും എൻ്റെ അടുത്തുള്ളതാണ്. പിന്നെ ഇതുപോലെ കാർട്ടണും കാർഡ്ബോർഡിൻ്റെ പീസും അതുപോലെ എഗ്ഗ് കൊണ്ടുവന്ന ഇതൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ജൂട്ട് ത്രെഡ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പിംഗ് പോലെ എന്തെങ്കിലും വല്ല ക്ലോത്തോ അല്ലെങ്കിൽ വല്ല സാറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ ജോയിൻ്റ് ഒരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കാണൂലേ, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ പീസ് ഇങ്ങനത്തെ എന്താ നിങ്ങൾ വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ പീസ് സൈഡിലായിട്ട് കൊടുത്താലും മതി. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ ജൂട്ട് ത്രെഡൊന്നും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഈ കറക്റ്റ് അളവ് എടുത്തതിനേക്കാൾ കുറച്ചും കൂടുതലാക്കി എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പിന്നിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതല്ലെങ്കിൽ കറക്റ്റ് അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തികയാണ്ട് വരും. അപ്പോൾ ഒരിത്തിരി കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ബാക്കിയായാലും കുഴപ്പമില്ലല്ലോ, അത് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ ജോയിൻറ്റും നമ്മൾ സൈഡിലും മുകളിലും എല്ലായിടത്തും കണ്ട് ഇതിപ്പോൾ ചുറ്റും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ സൈഡിൽ 4 ഭാഗത്തും എടുക്കുക. അപ്പം നമ്മൾ 4 ഭാഗത്ത് അളവ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് എടുക്കണ്ട, 4 ഭാഗത്തും കൂടി ഒന്നായിട്ട് അളന്നെടുക്കുക. ആ 4ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ആ ഒരൊറ്റ പീസിനെ നമ്മൾ ഈ നേരത്തെ പിന്നിട്ട പോലെ തന്നെ, അതിപ്പോൾ കനമുള്ള ജൂട്ട് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ലെയറിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിന്നായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു 3 പീസ് വീതം എടുത്തിട്ട് ചെയ്യേണ്ട വന്നത്. ഇതുപോലെ നമുക്ക് ആ ജോയിൻറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് നമ്മൾ ആ എൻഡില്ലേ ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് പിഞ്ഞ് ഇട്ടത് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അപ്പം തന്നെ ഒന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗവും ഞാൻ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ടിഷ്യൂ വലിച്ചെടുക്കുന്ന ഭാഗമല്ലേ അവിടെ ഞാനൊരു നേരിയതായിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മുകളിൽ തന്നെ ഞാൻ ഒരു പീസും കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേക്കല്ല ഉണ്ടായിരുന്നു, അപ്പോൾ മോൾ ഭാഗത്തും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിഷ്യൂ ബോക്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നമ്മളിപ്പോൾ കാണുന്നൊന്നുമില്ലല്ലോ ആരും, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോത്തൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ഒന്നും കാര്യമില്ല കേട്ടോ. എന്താ അടിപൊളി ടിഷ്യൂ ബോക്സ് ആയില്ലേ, ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പീസ് കൊണ്ട് ചെയ്തതാണെന്നേ നമുക്ക് തോന്നില്ല, അതേ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ടിഷ്യൂ ബോക്സ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ
ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ട നല്ല കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് എടുത്തിങ്ങനെ പൊക്കിയാലും അത് ഉള്ളിൽ നിന്ന് താഴേക്ക് വീണ് പോവുകയില്ല. എന്നാൽ നമുക്ക് കണ്ടോ നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. കണ്ടോ ഇതേപോലെ ഇളക്കിയാലൊന്നും ഇത് താഴേക്ക് വീണ് പോവുകയില്ല. അടിപൊളി ടിഷ്യൂ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു മുട്ട പൊതിഞ്ഞു കൊണ്ടുവന്ന ഈ പീസ് കൊണ്ട് ഉണ്ടാക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇത് കോസ്റ്റ്യൂംസൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ട്രേ ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ചെടി വെക്കാനുള്ളൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമായിരുന്നു. അതിൻ്റെ പുറത്ത് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു സ്റ്റാൻഡ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആമസോണിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് അടിയിൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റാക്കി ഞാനൊരു ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പീസ് കൊണ്ട് തന്നെ ഞാൻ ഈ ടിഷ്യൂ ബോക്സ് ചെയ്യാൻ കാരണം കേട്ടോ. അല്ലെങ്കിൽ വല്ല ക്ലോത്ത് വെച്ചിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആ ക്ലോത്ത് യൂസ് ചെയ്തതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ മറ്റേ ടിഷ്യൂ ബോക്സിൻ്റെ ഉള്ളിൽ ചെയ്തില്ലേ ഒരു ക്ലോത്ത് വെച്ച് ഒട്ടിച്ചില്ലേ, ആ സെയിം ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.